നമസ്കാരം. ദില്ലിയിലെ പാകിസ്ഥാന്റെ എംബസിക്ക് നേരെ ദില്ലി ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം, ഈ രാഷ്ട്രത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ജമ്മു കാശ്മീരിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും നുഴഞ്ഞു കയറി വരുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ എംബസിയുടെ ഉള്ളിലുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തെളിയുന്ന ഒരു ഉദാഹരണം കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അവിടെയുള്ള ഒരു തൊഴിലാളി കേക്കുമായിട്ട് പാകിസ്ഥാന്റെ എംബസിയുടെ അകത്തേക്ക് കയറി ചെല്ലുന്ന ഒരു കാഴ്ച ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് വിടുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഹൈന്ദവ സമൂഹത്തെ കൊന്നൊടുക്കിയ വിഷയത്തിൽ ഇവിടെ ആഘോഷം നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടിയാണ് പാകിസ്ഥാന്റെ എംബസിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും ചിന്തിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിന്നുള്ള ഭീകരവാദികളാണ് ഈ ഒരു ഭീകരാക്രമണം നടത്തിയത്. പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്നവർ മാത്രമല്ല, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്തുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെയും നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ഇത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷങ്ങളായിട്ട് പറയുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ, ജിഹാദി ഗ്രൂപ്പുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നത്. അത് മുംബൈ ഭീകരാക്രമണമാണെങ്കിലും ഡൽഹി സ്ഫോടനമാണെങ്കിലും ബാംഗ്ലൂർ സ്ഫോടനമാണെങ്കിലും ഈ സ്ഫോടനങ്ങളിൽ അകത്തായിരിക്കുന്ന, ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളടക്കം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് കൂറ് പുലർത്തുന്നവർ തന്നെയാണ്, സംശയമില്ല. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ സഞ്ചാരികളും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ടൂറിസ്റ്റുകളും അങ്ങോട്ട് എത്തുന്ന ഈ ഒരു കാലയളവിൽ വലിയ രീതിയിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അത് പാകിസ്ഥാന്റേതാണ്, അത് സ്വതന്ത്രമാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വികൃതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതഭ്രാന്ത് മൂത്ത ഈ ഭീകരവാദ ജിഹാദി ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് തന്നെയാണ് അവർ അവിടെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പറയുന്ന വാക്കുകൾക്ക് മറുപടി ലഭിക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ മതം തന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അവർ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ചില ആളുകൾ പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവരുടെ എന്തൊരു മാതൃകാ രാജ്യം അത് പാകിസ്ഥാനാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് തോന്നിപ്പോകും. ഇവർ പറയുന്ന വാക്കുകളാണ് പുൽവാമ ഭീകരാക്രമണം പോലെ തന്നെ ഇതും സംശയത്തിന്റെ നിഴലിലാണ്. ഇതിലെ ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇതിന്റെ പുറകിൽ BJP ആണ്, ഇതിന്റെ പുറകിൽ നരേന്ദ്രമോദിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിന്ന് തന്നെ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് വരികയാണ്. അതിൽ മലയാളി സാന്നിധ്യം ആയിരക്കണക്കിനാണെന്നുള്ളതാണ് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ നമ്മൾക്ക് ഭീതിജനകമാണ് എന്നല്ലാതെ മറ്റെന്ത് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുക, ഈ PFI എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നിരോധനത്തിന് ശേഷം 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഈ ജിഹാദി സംഘടനയെ നിരോധിച്ചത്. പക്ഷെ ഇതിന് ശേഷവും അതിനു മുന്നും ഇവർ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്തെ ഭരണകൂടത്തിന്, CPM-ന്റെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇയാൾ പറയുകയാണ്, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 317 എടുത്തു കളഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾക്ക് നരേന്ദ്രമോദിയോടും BJP സർക്കാരിനോടും വലിയ രോക്ഷമാണെന്ന്. ആ രോക്ഷമാണ് ഈ ഭീകരാക്രമണങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ, വയനാട്ടിൽ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് അവർക്ക് തോന്നുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ പേരിലാണ്
ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടോ, എത്രത്തോളം രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടുകളാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ രാജ്യത്ത് മുസ്ലിം സഹോദരങ്ങളടക്കം ജമ്മു കാശ്മീരിൽ ഈ ഭീകരവാദ സംഘടനക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ ജിഹാദി ഗ്രൂപ്പുകൾക്ക്, രാജ്യദ്രോഹ തീവ്രവാദ സംഘടനകൾക്ക് പരസ്യമായിട്ട് അനുകൂലമായിട്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ റോബർട്ട് വധേരയെ പോലെയുള്ള ഇവിടുത്തെ കോൺഗ്രസിന്റെ ഏറ്റവും തലമൂത്ത കുടുംബ നേതാക്കന്മാരുടെ കീഴിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവരുടെ കുടുംബക്കാർ തന്നെ ഈ രീതിയിൽ പറഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ തന്നെ ഇവിടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് രഹസ്യമായിട്ട് പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന നിലപാടുകൾ നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പോലും പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഇതുപോലെയുള്ള യഥാർത്ഥ ചെറ്റകളെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ആദ്യം തന്നെ അടിച്ചു പുറത്താക്കേണ്ടത്. ഇവിടെ ജമ്മു കാശ്മീരിലെ ആ ഭീകരവാദ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം ഇവിടുത്തെ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഒരു മതം ചോദിച്ച് കൊലപാതകം നടത്തുന്നത്. ഈ മതം ചോദിച്ച് കൊലപാതകം നടത്തുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളും പറയും ഇവിടുത്തെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന്. ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്താഗതി ഈ നാട്ടിലെ ആളുകൾക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ജിഹാദി ഗ്രൂപ്പുകൾ എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും പ്രവർത്തിക്കും. എല്ലാ സംസ്ഥാനത്തെയും എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളുണ്ട്. അത് ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, മോദിയുടെ ഗുജറാത്ത് ആയിക്കോട്ടെ, നമ്മുടെ ഈ കൊച്ചു കേരളം ആയിക്കോട്ടെ, രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള പിന്തുണ ലഭിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലടക്കമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള കുറെ ആളുകൾ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ദില്ലിയിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ എംബസിക്ക് നേരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമായിട്ട് ദില്ലി എംബസി വളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഇതുപോലെയുള്ള ഒരു ഭീകരാക്രമണം നടന്നിട്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നേ, തെളിവുകൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് തന്നെ കോൺഗ്രസിന്റെയും CPM-ന്റെയൊക്കെ നേതാക്കന്മാർ പറയുന്നത് സുരക്ഷാ വീഴ്ചയുണ്ടായി. രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷ തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കുമോ? ഏതെങ്കിലും ഒരു രാജ്യത്ത് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇന്ത്യയേക്കാൾ വലിയ ടെക്നിക്കൽ ആയിട്ടുള്ള വലിയ രീതിയിൽ നിലനിൽക്കുന്ന അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഇവിടെയും ഭീകരാക്രമണം നടത്തുന്നുണ്ട്. ഭീകരവാദികൾ എവിടെയാണോ സുരക്ഷാ വീഴ്ചയുള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾക്ക് അവർക്ക് നടപടികൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്, സുരക്ഷ ഏറ്റവും കുറവുള്ള പ്രദേശം ഏതാണോ അവിടെയാണ് ഇവർ ഈ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക, സമയം കണ്ടെത്തുക, അതിനു വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതാണ് ഭീകരരുടെ യഥാർത്ഥത്തിലുള്ള രാജ്യത്തിനെതിരെയുള്ള യുദ്ധം. ഈ യുദ്ധത്തെയാണ് നമ്മുടെ നാട്ടിലുള്ള BJP ഒഴികെയുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരും വന്ന് പരസ്യമായിട്ട് പറയും ഇത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ്, ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരണം, ഇതിന്റെ പിന്നിൽ തീവ്രവാദ ഗ്രൂപ്പുകളാണോ പാകിസ്ഥാൻ തന്നെയാണോ എന്നൊക്കെ സംശയമുണ്ട്. ഈ സംശയത്തിന്റെ കാരണം ഇവർ പറയുന്നത് എന്താണ്? ആരെയാണ് ഇവർ ഇവിടെ സുഖിപ്പിക്കാൻ നോക്കുന്നത്? ഇവർ സുഖിപ്പിച്ച് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കണ്ണിൽ കരടായി മാറിയ സാഹചര്യത്തിലാണ് 2014 നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇവിടെ സ്ഥാനത്ത് ഇപ്പോഴും അന്ന് ഇപ്പോഴും ഇരിക്കുന്നത്. ഇത് തുടരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണെങ്കിൽ തർക്കമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിരിക്കുന്നു ഭീകരവാദികളുടെ ഇരകളായിട്ട് ഇവിടെ മാറുന്നത് ആരാണെന്നുള്ളത്. ആ ഇരകളുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വരാനിരിക്കുന്ന എല്ലാ സമസ്ത മേഖലകളിലും രാജ്യത്തിൽ അത് പ്രതിപാദിക്കുമെന്നുള്ളതിൽ 1% പോലും തർക്കമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തുടരുമെന്നുള്ളതിൽ സംശയമില്ല.